ബലോചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ മിനറൽ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, സിൽവർ ഉണ്ട്, കോപ്പർ ഉണ്ട്, ഗോൾഡ് ഉണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട്. ഇതൊക്കെ മൈൻ ചെയ്തെടുക്കണം, എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ മൈൻ ചെയ്തെടുക്കാനായിട്ട് ചൈന കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബലോചിസ്ഥാനിലുള്ള ആൾക്കാർ ചൈനയെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ലെന്ന് മാത്രമല്ല, ചാവേർ ബോംബായിട്ട് ചൈനക്കാർ ബസ്സിൽ പോകുന്ന സമയത്ത് ആ ബസ് പൊട്ടിച്ച് കളയാനായിട്ട് ചാവേർ ബോംബായിട്ട് ഒക്കെ ബലൂചിസ്ഥാനി ലിബറേഷൻ ആർമി പോയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീ, അമ്മയാണ്, ഒന്നോ രണ്ടോ കുട്ടികളുടെ അമ്മയാണ്. അവര് പോയി ആ ബസ്സിന്റെ ഫ്രണ്ടിൽ പോയെന്ന് ബോംബ് പൊട്ടിച്ച് ആ ബസ്സിലുള്ളവരെ കൂടെ തീർത്തിരുന്നു. അങ്ങനെ ചൈന വളരെയധികം തിരിച്ചടികൾ ബലോചിസ്ഥാനിൽ നേരിട്ട സമയത്ത് ചൈനയ്ക്ക് ഏകദേശം മതിയായി. ഇനി ബലോചിസ്ഥാനിൽ മൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് വരണ്ട. ആക്ച്വലി ചൈന മറ്റേ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് നടത്തി തന്നെ ബലോചിസ്ഥാനിൽ നിന്നുള്ള ഈ ഡെപ്പോസിറ്റ്സും അവിടുത്തെ മിനറൽസിനും അവിടുത്തെ ഗ്യാസും ഒക്കെ കണ്ടിട്ടാണ്. ഇത് പറയുമ്പോൾ ഞാനത് ഓർത്തതല്ല. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഇന്ത്യ പങ്കെടുക്കണമെന്നായിരുന്നു CP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗ്രഹം. അത് ഞാനിതിന്റെ ബെൽറ്റ് ആൻഡ് റോഡിൽ ഇന്ത്യ പങ്കെടുത്തില്ല. ഇന്ത്യ പങ്കെടുത്ത് ഈ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ വായിച്ചത്. അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് തമാശ എന്താണെന്ന് വെച്ചാൽ ചൈന അമേരിക്ക പോലെ തന്നെയാണ്, വിശ്വസിക്കാൻ കൊള്ളൂല. അതെ, ചൈനയാണെങ്കിലും ശരി അമേരിക്ക ആണെങ്കിലും ശരി വിശ്വസിക്കാൻ കൊള്ളൂല എന്നുള്ളത് ഭാരതീയമായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ രണ്ടു പേരെയും വിശ്വസിക്കാൻ കൊള്ളൂ. പാകിസ്ഥാനിലുള്ള ആൾക്കാരെ പിന്നെയും വിശ്വസിക്കാം, ഇവന്മാരെ രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളൂല. ഇവന്മാര് പൈസ കൊടുത്തിട്ടാണ് ഈ പാകിസ്ഥാനി അലമ്പ് മുഴുവൻ കാണിക്കുന്നത്, അത് വേറെ കാര്യം. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഗതി ചൈന പാകിസ്ഥാൻ ആക്രമണം നടത്തിയേക്കാം. ഈ ചൈന ബലോചിസ്ഥാനിൽ നിന്ന് മൈൻ ചെയ്യാനായിട്ടുള്ള പരിപാടി ഏതാണ്ട് ഉപേക്ഷിച്ച രീതിയാണ്. ഇപ്പൊ അമേരിക്കയാണ് ബലോചിസ്ഥാനിലേക്ക് അടുത്ത മൈനിങ്ങിനുള്ള കാൻഡിഡേറ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കലി പാകിസ്ഥാന്റെ അവിടെ വന്ന് പിടിമുറുക്കുന്നു. ഇനിയൊരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയാൽ അത് അമേരിക്ക പറഞ്ഞിട്ടാവും. പഹൽഗാം നമ്മളെ എല്ലാവരും അനുമാനിച്ചിരിക്കുന്നത്, നമ്മുടെ അസംഷൻ ചൈനയാണ് അതിന്റെ പുറയിലെന്നാണ്. പക്ഷെ ഇനി പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയാൽ അത് അമേരിക്ക പുറയിലുണ്ട് എന്നൊരു അഹങ്കാരത്തിലായിരിക്കും. മാത്രമല്ല ചൈനയിൽ നിന്നുള്ള ആയുധങ്ങൾ പാകിസ്ഥാന് വലിയ താല്പര്യം ഉണ്ടായില്ല. വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. ഈ നമ്മള് കിരാന കുന്നുകളിൽ നമ്മുടെ മിസൈലാക്രമണം കഴിഞ്ഞ് പാകിസ്ഥാൻ പേടിച്ചിട്ട് ആദ്യം പോയി ഫോൺ വിളിച്ചത് അമേരിക്കയാണ്, ചൈനയല്ല. അതിൻ്റെ അകത്ത് ചൈനയ്ക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് താനും. ചൈനയെ വിളിച്ചില്ല, ചൈനയെ മിണ്ടിയില്ല, എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നൊരു വൈഭവമൊക്കെ ചൈനയ്ക്കുണ്ട്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയൊരു മുംബൈ ആക്രമണം നടത്തിയ പോലെ അത്രയും ലാർജ് സ്കെയിലൊരു ഇത് പാകിസ്ഥാൻ ചെയ്താൽ ഇന്ത്യ ഓൾ ഔട്ടായിട്ട് ഓടിച്ചിട്ടടിക്കും എന്നുള്ളത് യാതൊരു സംശയവും പാകിസ്ഥാനില്ല, അമേരിക്കയ്ക്കുമില്ല. അങ്ങനെ അടിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് അമേരിക്ക പറയുന്നത് പോലെ ചെയ്യാനേ പാകിസ്ഥാന് ശക്തിയുള്ളൂ. അങ്ങനെ ഒരു സിനാരിയോയിൽ മാത്രമേ ഇനി പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് മുതിരൂ. ഇനിയൊരു നമ്മൾ പഹൽഗാം ആക്രമണത്തിന്റെ സമയത്തും പറഞ്ഞു ചരട് ചൈനയുടെ കയ്യിലാണെന്ന്. ഇനിയൊരു ആക്രമണം പാകിസ്ഥാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ കളസത്തിന്റെ ചരട് അമേരിക്കയുടെ കയ്യിലിരുന്നിട്ട് അമേരിക്ക ഭരിക്കുന്നതനുസരിച്ചിട്ട് വേണം പാകിസ്ഥാൻ ചാടാൻ. അതനുസരിച്ചിട്ട് ഇനിയൊരു ആക്രമണം പാകിസ്ഥാൻ